എല്ലാവർക്കും ഫിഫ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഞാൻ ഒരു തിരക്കിലായിപ്പോയി. അപ്പോൾ ഇന്ന് പഠിച്ചത് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. നമ്മൾ പഠിച്ച വീഡിയോസ് കണ്ടല്ലോ. ഇനി നമ്മൾ പഠിക്കാൻ പോണത് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്ഡ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അതെങ്ങനെ ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ നൂലെടുക്കുക, എംബ്രോയ്ഡറി നൂലെടുത്തിട്ട് അതിൽ നിന്നൊരു 3 ഇതൾ മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യുന്നത് 3 ഇതൾ മാറ്റിയിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യും പോലെ തന്നെ ആദ്യം ചെയ്യുക. അപ്പോൾ ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിലത്തെ പോലെ ഇതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുന്നുണ്ടല്ലോ അല്ലേ, റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാണ്. നല്ലതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തു, റണ്ണിങ് സ്റ്റിച്ച് ചെയ്തു. കണ്ടോ, നമ്മൾ ഫസ്റ്റിലത്തെ അതേപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യും പോലെ കണ്ടോ. എന്നിട്ട് ഇതേപോലെ കെട്ടിടുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്ന് വെച്ചാൽ പലവർക്കും കെട്ടിടാൻ അറിയില്ല. നമ്മൾ സൂചി ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കേട്ടോ കെട്ടിടുക. കട്ട് ചെയ്തു. അപ്പം നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്ത പോലെ നമ്മൾ അവിടെ ഒരു പൂ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നമ്മൾ ഈ റണ്ണിങ് സ്റ്റിച്ച് വിപ്പ് ചെയ്യണം. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഇതേപോലെ ഞാനൊരു പച്ച കളറ് നൂലാണ് എടുക്കുന്നത്. കാരണം അത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എളുപ്പമല്ലേ. ഇതേപോലെ ഞാൻ കെട്ടിടുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കെട്ടിട്ടു, അത് കുടുങ്ങിപ്പോയി, എൻ്റെ കെട്ട് കുടുങ്ങിപ്പോയി. അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് പിന്നെയും നൂല് കോർത്തിട്ട് കെട്ടിടണം. എന്താ കെട്ടിട്ടതിന് ശേഷം നമ്മൾ ഉള്ളിൽ മേപ്പെട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ കൊടുക്കുക. കണ്ടോ, നൂലിങ്ങനെ കൊടുക്കുക. എന്തെങ്കിലും അപാകതയോ മനസ്സിലാവായകയോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കത് കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ തിരുത്തും. അപ്പം അത് വീണ്ടും കട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നോക്കി, ഇതാണ് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്ഡ്, ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആ പൂ വരച്ചിട്ടുണ്ടല്ലോ, റണ്ണിങ് സ്റ്റിച്ചിൽ പൂ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യുക, അതേപോലെ നമ്മൾ നൂലിൽ കോർത്തിട്ട് സൂചിയിൽ കോർത്തിട്ട് നമ്മൾ ഈ പൂവിൽ അതുപോലെ ചെയ്യാം. നടുയിൽ നമ്മൾ കെട്ടിട്ടിട്ട് ഞാൻ വേറെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പൂ വരച്ചിട്ടൊന്നുമില്ല. ഫസ്റ്റിലെ വീഡിയോത്തെ അതേ പൂവ് നമ്മൾ ഇതിൽ ചെയ്യാണ്. അത് ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇതേപോലെ നൂലിൻ്റെ സൂചിയുടെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ ചെയ്യണം. കണ്ട റണ്ണിങ് സ്റ്റിച്ച് ഇതൊക്കെ കംപ്ലീറ്റ് നമ്മളങ്ങനെ ചെയ്യണം. ഞാൻ ഏകദേശം ആരി വർക്കും അങ്ങനെ ഒരുപാട് സ്റ്റിച്ചിങ് ഞാൻ പഠിച്ചിട്ടുണ്ട്. GITD വെച്ചിട്ടാണ് നമ്മൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി പഠിച്ചിട്ടുള്ളത് കേട്ടോ. GITD ഗവൺമെൻറ്റിൻ്റെ ഇതിൽ പഠിച്ചതാണ് ഞാൻ ഈ ഹാൻഡ് എംബ്രോയ്ഡറി. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഒക്കെ അതേപോലെ കണ്ടോ, സൂചി ഇങ്ങനെ കുത്തിയിട്ടിട്ട് നമ്മളിത് ചെയ്യുക. ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ശരിയാക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയുക. ക്യാമറയുടെ ഒരു ചെറിയ പ്രശ്നം അതിൽ കാണാനുണ്ട്, ഞാനത് ശ്രദ്ധയിൽ പെട്ടില്ല. ആദ്യം ഇതായി, പിന്നീട് അത് എന്തൊരു വിഷയം വന്നിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ അത് പറയണം. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള ഹാൻഡ് എംബ്രോയ്ഡറി അതേപോലെ ഡ്രസ്സ് കട്ടിംഗ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പുതിയതായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ഇനി ബുള്ളിയൻ നോട്ട് അങ്ങനെ ഒരുപാട് പിന്നെ സ്റ്റിച്ച് ഹാൻഡ് എംബ്രോയ്ഡറി ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതൊക്കെ ഓരോരോ മോഡലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങളത് സപ്പോർട്ട് ചെയ്യുക.
ഞാൻ ഫുള്ളും അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കേട്ടോ നമുക്ക്. പക്ഷേ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പം അത് സുഖമായിട്ട് നമുക്കതിൻ്റെ കാര്യങ്ങൾ ക്ലിയറായി കിട്ടും കേട്ടോ. അപ്പം ഇതിനൊരു ടെക്നിക്കാണ് ഇത്. നമ്മൾ വരക്കുമ്പോഴും ചിത്രം വരക്കുമ്പോഴും അതിനനുസരിച്ച് ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ടെക്നിക്കാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ വർക്കുകളൊക്കെ എളുപ്പമായിട്ട് തോന്നും. ഡ്രസ്സുകളിൽ, കുട്ടികളുടെ ഉടുപ്പുകളിലൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതേപോലെ ഓരോന്ന് നമ്മൾ ഇതാക്കുക. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കൊടുക്കുക. ഓരോ ഈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഇടയിലൂടെ കേട്ടോ നമ്മൾ ഈ ഇത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്യാമറ കുറച്ച് ദൂരമായി പോയി തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ആ പ്രശ്നം പരിഹരിക്കുന്നതായിരിക്കും. നമ്മളതിൻ്റെ ഇടയിലൂടെ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഇനി അടുത്ത ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്ഡ്. ഇതാണ് സ്റ്റിച്ചിൻ്റെ പേര്. റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വിപ്ഡാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര് കേട്ടോ. അപ്പോൾ കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഓരോരോ കട്ട് അതിന് ശേഷം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.